ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അടുത്തതോടെ സജീവമായി തെരഞ്ഞെടുപ്പ് ഗാനങ്ങളുടെയും അനൗൺസ്മെന്റുകളുടെയും റെക്കോർഡിംഗുകൾ. തെരഞ്ഞെടുപ്പ് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചില്ലെങ്കിലും റെക്കോർഡിംഗ് സ്റ്റുഡിയോകളിൽ ഇപ്പോഴേ തിരക്ക് തുടങ്ങി. പുതിയ സിനിമാ ഗാനങ്ങൾക്കൊപ്പം പഴയ ഗാനങ്ങളുടെ ഈണങ്ങളിലും പാട്ടുകൾ തയ്യാറാക്കുന്നുണ്ട്. സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും മേന്മയുമെല്ലാം വിവരിച്ചുകൊണ്ടാണ് ഓരോ പാട്ടുകളും തയ്യാറാക്കുന്നത്. ഗായകന്മാർക്കും സ്റ്റുഡിയോകൾക്കും ഇനി തിരക്കിന്റെ കാലമാകും. പുതിയ സിനിമാ പാട്ടുകൾക്കൊപ്പം തന്നെ പഴയകാല പാട്ടുകളും അണിയറയിൽ തയ്യാറാണ്. സിനിമാ പാട്ടുകളുടെ പാരഡി, അതുപോലെ പഴയകാല മാപ്പിള പാട്ടുകൾ, നാടൻ പാട്ടുകൾ, അങ്ങനെ ഓരോ നാടിനനുസൃതമായി ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ ഉണ്ടാവും. അത്തരം പാട്ടുകളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതിന്റെ പാരഡി എഴുതിയിട്ടാണ് സ്ഥാനാർത്ഥിയുടെ വിശേഷങ്ങൾ, അവരുടെ ചിഹ്നം, അവരുടെ പേര്, അവരുടെ വികസന പ്രവർത്തനങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പാട്ടുകൾ തയ്യാറാക്കുന്നത്. നമ്മളിപ്പോ ഇവിടെ കുറച്ച് സോങ്സ് ഒക്കെ പാടി. അതില് മാപ്പിളപ്പാട്ടുണ്ട്, സിനിമാ പാട്ടുണ്ട്, ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ട് നിൽക്കുന്ന പാട്ടുകളുണ്ട്, നാടൻ പാട്ടുണ്ട്, എല്ലാതും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പ്രമുഖരായ എഴുത്തുകാരാണ് പാട്ടുകൾ എഴുതി തയ്യാറാക്കുന്നത്. പാപ്പു വള്ളിപ്പറമ്പ് എന്ന സീനിയർ ആർട്ടിസ്റ്റ് എല്ലാ സമയവും ഇവിടെ ഇരുന്നുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി പാട്ട് എഴുതുന്നുണ്ട്. അവരുടേതായ പാട്ടുകളുണ്ട്. കൂടാതെ അമീദ് പൂവാട്ടുപറമ്പ്, അൻസാരി പൊന്നാട്, പിന്നെ അബ്ദുൽ ഹൈ ഒരുപാട് പാട്ടുകൾ എഴുതി തരാറ്. തിരക്കിന്റെ ഇടയിൽ ഹൈ തന്നെയാണ് ഏറ്റവും കൂടുതൽ പാട്ടുകൾ എഴുതാറുള്ളത്. പാട്ടുകൾക്കൊപ്പം തന്നെ ചടുലമായ താളത്തിലും ശബ്ദത്തിലുമുള്ള അനൗൺസ്മെന്റുകളും തയ്യാറാക്കുന്നുണ്ട്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സാരഥിക്ക് അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ ഫുട്ബോൾ അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തിക്കൊണ്ട് വർദ്ധിത ഭൂരിപക്ഷത്തോടുകൂടെ വിജയിപ്പിക്കണമേ എന്ന് നല്ലവരായ വോട്ടർമാരോട് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. ഏതായാലും തെരഞ്ഞെടുപ്പിന്റെ ഔദ്യോഗിക പ്രഖ്യാപനമൊന്നും വന്നിട്ടില്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള സ്റ്റുഡിയോകളും കലാകാരന്മാരൊക്കെ സജീവമായിട്ടുണ്ട്. ഇനി തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം കൂടി വന്നു കഴിഞ്ഞാൽ വലിയ തിരക്കിലേക്ക് അവർ പോകും എന്നുള്ളത് തന്നെയാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഗാനങ്ങളും അനൗൺസ്മെന്റുകളൊക്കെ. ഏതായാലും ഈ രംഗത്തും കലാകാരന്മാർക്കൊക്കെ ഇനിയുള്ള ദിവസങ്ങൾ വളരെയധികം തിരക്കായിരിക്കും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അൻഡ്രൂ ബിച്ചിക്കോടിനൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1 മലപ്പുറം.